മാവ് കുഴക്കാനോ പരത്താനോ എണ്ണയിൽ മുക്കിപ്പൊരിക്കാനോ ഒന്നിനും നിൽക്കാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് മൊരിച്ചെടുക്കുകയാണ്. മൊരിഞ്ഞു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരുപാടങ്ങ് വാടി ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിതവിടെ ഒരു അരക്കപ്പോളം ചിക്കൻ ചേർക്കുന്നുണ്ട്. 3-4 ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതിലോട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കമൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാലയിട്ട് അങ്ങനെയുള്ളൊരു ഫില്ലിംഗ് അല്ല കേട്ടോ ഇത്, എല്ലാം വളരെ കുറേശ്ശേ നമ്മൾ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല. മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. സോസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കുക. നമ്മൾ കാണുമ്പോൾ ഒരുപാട് മസാല ഇല്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടോ. നോമ്പ് തുറക്കുന്നൊക്കെ സമയത്ത് ഒരുപാട് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ വയറിന് അത് പ്രശ്നമാവും. അപ്പോൾ എല്ലാം ഇനിയിപ്പോൾ സമൂസയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും മസാല കുറച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഞാനീ ഒരു സമയം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം മയോണൈസാണ്. മയോണൈസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള മയോണൈസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലേ. അപ്പോൾ നമുക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് വെച്ചാൽ അത് ചെയ്തെടുക്കാം. മുട്ട പുഴുങ്ങിയിട്ട് വെക്കുന്ന മയോണൈസ് ഉണ്ട് അല്ലേ, പാലും കിഴങ്ങും വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നല്ലത് നോക്കി ചെയ്യാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി പിന്നെ മയോണൈസ് ആയാലും ടൊമാറ്റോ സോസ് ആയാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ട് മയോണൈസ് റെഡിയാക്കുകയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുകയാണ്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. കൂടെ 1 ഗ്ലാസ് തന്നെ മൈദാമാവും ആവശ്യത്തിനുള്ള ഉപ്പും 1 കോഴിമുട്ട പൊട്ടിച്ചതും ഇതിലോട്ട് ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് നമ്മളിത് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ മിക്സിയുടെ ജാറിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് 3/4 ഗ്ലാസ് വെള്ളം ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പിന് നമുക്ക് 1 ഗ്ലാസോളം അല്ല, 1 കപ്പ് മൈദക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്താലാണ് ഈ മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുക. ഒരുപാട് ടൈറ്റും അല്ല, ഒരുപാട് ലൂസും അല്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഒപ്പം 1-2 തണ്ട് മല്ലിച്ചപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇളക്കിയ സമയത്തൊന്ന് കട്ടിയാണ് തോന്നി. അപ്പോൾ ഞാനൊരു ഇച്ചിരി മിക്സിയിൽ ജാറിലുള്ള വെള്ളം ബാക്കി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷീറ്റ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാം. മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം എന്നൊക്കെ പറയുമ്പോൾ വലിയ പണിയാന്നൊക്കെ കരുതും. ഇല്ല കേട്ടോ, നല്ല സിമ്പിളാണ്.
അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. എണ്ണയൊന്നും തേച്ച് കൊടുക്കാതെ ഇതാ തീ വളരെ കുറച്ച് വെച്ചുകൊണ്ട് ഓരോ തവി മാവ് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കണ്ടല്ലോ, അരും വക്കൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലല്ല ഇതിട്ട് ചെയ്യരുത്. തീ പറ്റ സ്ലോ ആക്കി വെക്കുക. എന്നിട്ടാണ് ഓരോന്നും നമുക്കിതാ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കേണ്ടത്. നല്ല നൈസായിട്ടാണ് ഇത് നമുക്ക് കിട്ടുക. കണ്ടല്ലോ, കൈയുടെ വിരലുകളൊക്കെ തെളിഞ്ഞ് കാണുന്നു. ഓരോന്നും ദാ ഈ ഒരു സമയമാകുമ്പോഴേക്കും ദാ ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. കൈ പൊള്ളിക്കാതെ നോക്കുക കേട്ടോ. ബാക്കിയുള്ളതും നമുക്കിതാ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് ഒരു തവി മുഴുവനായിട്ടൊന്നും ഒഴിക്കണ്ട. കണ്ടല്ലോ, ഒരു അര തവിയുടെ അടുത്തേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതങ്ങ് ചുറ്റിച്ചാൽ മതി. മറ്റേത് ഒരുപാട് കട്ടി ഉണ്ടായാൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് സിമ്പിളായി ഒന്ന് നൈസായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. താഴോട്ട് ഇങ്ങനെ അട്ടിയട്ടിക്ക് വെച്ചോളൂ. തമ്മിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓരോന്നും ഇതാ ഇതുപോലെ ആകുമ്പോഴേക്കും ചട്ടിയിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി. അതിന് ഇനി ഒരു ചട്ടകത്തിൻ്റെ ആവശ്യമോ സ്പൂണിൻ്റെ ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. തീ വളരെ കുറച്ച് വെക്കാൻ മാത്രം നോക്കുക. എന്നിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെയൊക്കെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഷീറ്റ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എന്തെങ്കിലുമൊക്കെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയിട്ട് ഇതിലിങ്ങനെ നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ട് അത് നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്നാക്സൊക്കെ റെഡിയാക്കാം. ഒരുപാട് പൈസ കൊടുത്തിട്ട് സമൂസ ഷീറ്റ് അങ്ങനെ ഒന്നും വാങ്ങണ്ട. സിമ്പിളല്ലേ ഇത് റെഡിയാക്കാം. ഒരുപാട് ചിലവില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ എന്താ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിച്ചിരി മാവട ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല. ഇനി നമ്മളിതിൽ ഓരോ ഷീറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് ഫില്ലിങ്സൊക്കെ ഒന്ന് റെഡിയാക്കാം. ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തായിട്ടാണ് നമ്മൾ ഫില്ലിങ്സ് വെക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ചോളൂ കേട്ടോ. ഒരു 2 ടീസ്പൂണൊക്കെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കഴിക്കുന്ന സമയത്ത് ഇത് കിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റും. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു എൻഡിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. കണ്ടോ, ഇത്രയുള്ള പരിപാടി. സിമ്പിളല്ലേ? ഇനിയിപ്പോൾ നേരത്തെ ഇതുപോലെയുള്ള ഷീറ്റൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എല്ലാം ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ മടക്കിയെടുക്കുക, അതല്ലെങ്കിൽ സമൂസയുടെ ഷേപ്പിൽ മടക്കിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓരോന്നും നമുക്കിതാ ഇതുപോലെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ടെടുക്കാം. നല്ല രീതിയിൽ അത്യാവശ്യം ഞാനിവിടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണിത് കഴിക്കാനും രുചി. ഓരോരുത്തർക്ക് ഒരെണ്ണം വീതം കൊടുത്താൽ മതിയാകും. അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. നല്ല രീതിയിലൊന്ന് റോൾ ചെയ്യാം. അപ്പോൾ എല്ലാതും ഞാനിത് അവിടെ റോൾ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കഴിക്കാനും നല്ല രുചിയാണ്. അതല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും ജസ്റ്റ് ഒന്ന് മൊരിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അതും വേറെയാണ്. ഇപ്പോൾ ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതുപോലെ എല്ലായിടത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഓരോന്നും ഇതുപോലെ ഒന്ന് അങ്ങ് വെച്ച് കൊടുക്കാം. പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട. നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടൊക്കെ അങ്ങോട്ട് മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം എണ്ണയിലൊക്കെ ഡെയിലി പൊരിച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി കേടാണല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ മൈദ അൺഹെൽത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി മൈദാമാവിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആവണത്. ഇനി ഒന്നുകൂടി ഹെൽത്തി ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നത് നമ്മളെ മൈദാമാവിലാണ്. അതുപോലെ തന്നെ മയോണൈസ് അൺഹെൽത്തി അല്ലേ എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള മയോണൈസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. പിന്നെ കുട്ടികളെ എന്നും മുഷിപ്പിക്കണ്ടല്ലോ. നോമ്പ് തുറക്കുന്നൊക്കെ സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്കാണല്ലേ ഇതുപോലെയുള്ള കടികളോടൊക്കെ ഇഷ്ടം. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ചുട്ടെടുക്കുക എന്ന് പറയല്ലേ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഒരുപാട് എണ്ണയുടെ ഒന്നും കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തത്. ബീഫ് കയ്യിലുള്ളവർക്ക് ബീഫ് വെച്ചൊക്കെ ചെയ്തെടുക്കാം. ഇനി അതൊന്നും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് മുട്ടയുണ്ടല്ലോ, 2 മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്സ് ആവും. അപ്പോൾ എല്ലാം നമ്മളിതാ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കണില്ല. അറിയാലോ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് എത്രയോ ടേസ്റ്റി ആണെന്ന്. എല്ലാവർക്കും അറിയാം. ചിക്കനും മയോണൈസും ടൊമാറ്റോ കച്ചപ്പും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഒരു ഗ്ലാസ് എന്തെങ്കിലും ഒരു ജ്യൂസും ഇതുപോലൊരു കടി ഉണ്ടായാൽ അത് മാത്രം മതി. പിന്നെ പത്തിരിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാനും നല്ല രുചിയുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.